ബൈബിൾ വചനങ്ങൾ സത്യമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇവിടെ ബൈബിളിലെ കഥകളൊക്കെ യക്ഷിക്കഥകൾ പോലെയാണ്, ബൈബിൾ കെട്ടുകഥയാണ് എന്ന്. ബൈബിൾ കഥ പ്രകാരം ആദം 930 വർഷം ജീവിച്ചു, നോഹ 950 വർഷവും, ബാക്കിയുള്ള പലരും 900-ന് മുകളിൽ വർഷവും ജീവിച്ചിരുന്നിട്ടുണ്ട്. പരിണാമത്തിൽ എന്ത് പ്രത്യേകത കൊണ്ടാണ് ഇപ്പോഴുള്ള മനുഷ്യരുടെ ആയുസ് പറഞ്ഞത്? ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? ഇതൊക്കെ ചുമ്മാ യക്ഷിക്കഥകൾ എഴുതി വെച്ചിട്ട് അതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്താ കാര്യം? യക്ഷിക്കഥ ഇതൊക്കെ അസംബന്ധ സാഹിത്യമാണ്, വെട്ടിവിടുന്ന സംശയമില്ലാതെ യാഥാർത്ഥ്യ ബന്ധമില്ലാത്ത സാഹിത്യമാണ്. 950 വർഷം 1000 വർഷമൊക്കെ ആളുകൾ ജീവിക്കാന്ന്. നമ്മുടെ ഹേഫ്ലിക് ലിമിറ്റിനെ കുറിച്ച് ഞാനൊരു പറയുണ്ടായി. മനുഷ്യ ഹോമോസാപ്പിയൻസിന്റെ കഴിഞ്ഞ ഒരു 1.5 ലക്ഷം വർഷം അവന്റെ ജീവിതം ഈ ഭൂമിയുടെ മേളിൽ ഉണ്ടായിരുന്നത് മാത്രം പരിഗണിച്ചാൽ അവന്റെ ഒരു ശരാശരി ഏജ് എന്ന് പറഞ്ഞാൽ 18 വർഷമായിരുന്നു എന്നാണ് പറയുന്നത്. 18 വർഷമാണ് ഒരു ശരാശരി മനുഷ്യൻ കഴിഞ്ഞ 2 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം വർഷം ജീവിച്ചിരുന്നതാണ്. അങ്ങനെയാണ് ഹേഫ്ലിക് അത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അസംഷനാണ്. ഒരു മനുഷ്യൻ ഈ ആയുസൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് എന്നാ? നമ്മുടെ ശരാശരി ആയുസ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മളുടെ ചില വ്യക്തികളൊക്കെ 100 വയസ്സൊക്കെ ജീവിച്ചിരിക്കുകയായിരിക്കും, പക്ഷേ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആയുസിന്റെ വലിപ്പം ഇന്നിപ്പോൾ 70 വയസ്സ്. ഞാൻ 1910-നും 1921-നും ഇടയ്ക്ക് തിരുവിതാംകൂറിലെ ഒരു കണക്ക് ഞാൻ കാർട്ടറുടെ കഴുകൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അന്ന് തിരുവിതാംകൂറിലെ സ്ത്രീകളുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 25.5 വയസ്സായിരുന്നു. പുരുഷന്മാരുടെ 25. ഇന്ന് അതേതാണ്ട് 74, 75, 76 വയസ്സാണ്. ബിക്കോസ് ഓഫ് സയൻസ്, ബിക്കോസ് ഓഫ് ടെക്നോളജി, ബിക്കോസ് ഓഫ് മെഡിസിൻ. അല്ലാതെ ഇത്തരം കഥകളിലൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നമുക്കറിയാം, അബ്രഹാം, പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചു. സാറ 127 വയസ്സ് വരെ ജീവിച്ചു. ഇസഹാക്ക് 180 വയസ്സ് വരെ ജീവിച്ചു. ഇസ്മായിൽ 137 വയസ്സ് വരെ ജീവിച്ചു. യാക്കോബ് 147 വയസ്സ് വരെ ജീവിച്ചു. ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ മനുഷ്യ ആയുസ് ആരംഭം മുതൽ ഇങ്ങനെ ആയിരുന്നില്ല. ഒരു പ്രത്യേക വചനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രഭാഷകൻ 18:9 പ്രകാരം പറയുന്നുണ്ട്, 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സായി കണക്കാക്കാമെന്ന്. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ് പറയുന്നത്? സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള സ്ഥിതിയിൽ നിന്നും മനുഷ്യൻ്റെ മേലുള്ള ദൈവചൈതന്യം നഷ്ടപ്പെട്ടു തുടങ്ങി. അതിനുശേഷം ആണ് ഈ ആയുസ് കുറഞ്ഞു വന്നിട്ടുള്ളത്. ആ ഒരു പ്രത്യേക സാഹചര്യം നാം മനസ്സിലാക്കാനുണ്ട്. 70 മനുഷ്യായുസ്സെന്നും ഏറിയാൽ 80 എന്നൊക്കെ നമുക്ക് ബൈബിളിലുള്ളത് നമുക്കറിയാം. ഉൽപ്പത്തി 6:3 പറയുന്നുണ്ട്, എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കുമെന്ന്. അതിന് മുൻപ് ദൈവചൈതന്യം മനുഷ്യനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരദീസയിൽ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ദൈവം വളരെ ദീർഘായുസോടുകൂടി, വൃക്ഷങ്ങളുടെ ആയുസ് പോലെ ദീർഘായുസോടുകൂടി മനുഷ്യനായിരിക്കുവാനാണ് സൃഷ്ടിച്ചത്. അതിന് ദൈവത്തിൻ്റെ പ്രാണനം ഒക്കെ തകർന്ന ശേഷം, പരദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അല്പാൽപമായി ആ കൃപ കുറഞ്ഞു വന്നപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ് ആയുസിൻ്റെ കുറവ്. അത് യാഥാർത്ഥ്യവും ബന്ധമില്ലാത്തതല്ല. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദത്തിന് 930 വയസ്സ് വരെ ആയുസ്സുണ്ടായിരുന്നു. സേത്തിന് 912. അതായത് ആദത്തിൻ്റെ മകനാണ്. കായേൻ്റെയും ആബേലിൻ്റെയും ആയുസ് സംബന്ധിച്ച് ബൈബിളിൽ പരാമർശിക്കുന്നില്ല. അതിനൊക്കെ ശേഷം ആദത്തിനുണ്ടായ മൂന്നാമത്തെ കുട്ടി, ആദത്തിന് ഹവ്വായ്ക്കുണ്ടായ കുട്ടി സേത്ത് 912 വർഷം ജീവിച്ചു. തുടർന്നുള്ള സന്തതി പരമ്പരകളെക്കുറിച്ച് ഇങ്ങനെ കാണാം. ഏനോഷ് 905, കെയ്നാൻ 110, മഹലേൽ 895, ഹേനോക്ക് 305. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഈ 930, 912, 905 ഒക്കെ വയസ്സ് മനുഷ്യന് ആയുസ് ഉണ്ടായിരുന്നു എന്നത് ഒരു യക്ഷിക്കഥ പോലെ കെട്ടുകഥ പോലെ വെറുതെ അബദ്ധം എഴുതി വെച്ചതല്ലല്ലോ. സൃഷ്ടിയുടെ ആരംഭത്തിലെ സ്ഥിതി എന്തായിരുന്നു? പർദീസയുടെ കാലഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി? മനുഷ്യൻ ഇപ്പോൾ ആയുസ് വളരെ കുറവാണ് എന്ന് ഈ രവീന്ദ്രൻ സാറ് ഇവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിലും ഇതിന് മുൻപ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു 50 കൊല്ലം മുമ്പ് ഇത്ര ആയുസ്സുണ്ടായിരുന്നില്ല, 100 വർഷം മുമ്പ് ഇത്ര ആയുസ്സുണ്ടായിരുന്നില്ല. തിരുവിതാംകൂറിലെ കണക്കനുസരിച്ച് രേഖാമൂലം കാണാം 25-26 വയസ്സൊക്കെയാണ് ശരാശരി സ്ത്രീകളുടെ ആയുസ്സെന്നൊക്കെ. പക്ഷേ ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ ജീവിത സൗകര്യങ്ങളിലും ജീവിത അവസ്ഥകളൊക്കെ ദയനീയമായ സ്ഥിതിയായിരുന്ന ഇന്ത്യയിലെ കണക്കാണ്. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ആയുസ്സിൻ്റെ കണക്ക് വെച്ചുകൊണ്ട് ആഗോളതലത്തിൽ കണക്ക് കൂട്ടാൻ പറ്റുമോ? ആഗോളതലത്തിൽ കണക്ക് കൂട്ടുമ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും ഫ്രാൻസിലുമൊക്കെ മനുഷ്യായുസ് ഈ കഴിഞ്ഞ 100 വർഷം മുമ്പ് ഇന്ത്യയിലെ നിലവാരത്തിലല്ല, വളരെ ഉയർന്നതായിരുന്നു.
അപ്പോൾ പരിഷ്കൃത ജീവിതത്തിൽ, സൗകര്യപ്രദമായ ജീവിതത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുള്ളപ്പോൾ വൈദ്യശാസ്ത്രത്തിലൊക്കെ വികസനം അന്ന് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ, ആ ഇടങ്ങളിലൊക്കെ ആയുസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എങ്കിലൊന്ന് ചിന്തിക്കണം, ദൈവം പർദീസയിലേക്ക് മനുഷ്യനെ സൃഷ്ടിച്ച് വിട്ട ആദ്യ നാളുകളിൽ എത്രമാത്രം കരുതലോടെയായിരിക്കും പ്രകൃതിയിൽ ക്രമീകരണം ചെയ്തിട്ടുണ്ടാവുക. പാപമംഗലമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ രോഗദുരിതങ്ങൾ വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. ആ കൃപയുടെ ജീവിതത്തിലായിരുന്ന ആദ്യ കാലഘട്ടത്തിൽ ആയുസ് ഈ രീതിയിൽ അന്ന് സങ്കല്പിച്ചുകൂടാ. എല്ലാ മനുഷ്യന് അനുകൂലമായി സകല സാഹചര്യങ്ങളും ദൈവം ക്രമീകരിച്ചതാണ്. സ്ത്രീകളോലും മാറി മറിച്ച് തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? 2 തലമുറയ്ക്ക് അപ്പുറം മാറി മറിക്കാത്ത സ്ത്രീകളായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത്രമാത്രം വസ്ത്രധാരണത്തിൽ വളരെ നമ്മൾ പിന്നോക്കമായിരുന്നു. അപരിഷ്കൃതരെ പോലെ പ്രാകൃത ജീവിതമായിരുന്നു പണ്ട്. പക്ഷേ ഒന്ന് നോക്കണം, അതൊരു 100 കൊല്ലം മുമ്പ് 200 കൊല്ലം മുമ്പത്തേക്ക് സ്ഥിതി ഇത്ര ദയനീയമായിരുന്നെങ്കിൽ 2000 കൊല്ലം മുമ്പ് ഇസ്രയേലിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ചരിത്രപരമായ യാഥാർത്ഥ്യം പഠിക്കണം. യേശുക്രിസ്തുവിൻ്റെ മറിയത്തിൻ്റെ വസ്ത്രധാരണ രീതിയും അപ്പസ്തോലന്മാരുടെ രീതിയെ സംബന്ധിച്ച് ചരിത്ര രേഖകളുണ്ട്. പീലാത്തോസ് അന്ന് യേശുക്രിസ്തുവിൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ വിപ്ലവം ഉണ്ടാക്കുന്നു, ജനങ്ങളെ സംഘടിപ്പിക്കുന്നു എന്നൊക്കെ ചക്രവർത്തിക്ക് റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ യേശുവിൻ്റെ പ്രകൃതങ്ങൾ, ജീവിത രീതികൾ, വേഷവിധാനങ്ങൾ, സാഹചര്യങ്ങൾ സംബന്ധിച്ചൊക്കെ എഴുതിയ ഔദ്യോഗിക രേഖകൾ, ചരിത്ര രേഖകൾ മ്യൂസിയത്തിൽ നിന്ന് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ റോമിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ രേഖയിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, വളരെ ഉയർന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ അല്ലേ? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണോ? അല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ജീവിത രീതി അത്ര മെച്ചപ്പെട്ടതായിരുന്നു. ആ നാളുകളിലാണ് കേരളം ഗുഹാമനുഷ്യനെ പോലെ ജീവിച്ചിരുന്നത്, മലയാളികളൊക്കെ. അപ്പോൾ ഇത്രമാത്രം നമ്മൾ വളരെ പിന്നോക്കമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിലും അതുപോലെ കുറവുകളുണ്ട്. ഇസ്രായേലിൻ്റെ പരിഷ്കൃത ജീവിതവും അതുപോലെയുള്ള എല്ലാ മെച്ചപ്പെട്ട ജീവിത രീതിയും ആയിരുന്നു ആ കാലഘട്ടത്തിലായിരുന്നത് കൊണ്ട് അവർക്ക് ആയുസ് കൂടുതലുണ്ടെന്ന് ചിന്തിക്കണം. എങ്കിൽ ആ അടിസ്ഥാനത്തിൽ കാണണം, ആദിമ കാലഘട്ടത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ വളരെയേറെ ആയുസ് കൂടുതലോടുകൂടി ദൈവം സൃഷ്ടിച്ചു എന്ന് യുക്തിപത്തിന മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ യുക്തിവാദികൾ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ ക്ഷമിക്കേണ്ട. അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. കേൾക്കുന്ന ചില വിശ്വാസികൾക്ക് ചൂളിപ്പോകുന്ന അവസ്ഥ, ഇത്രയ്ക്ക് വിവരമില്ലാത്ത എഴുത്തുകളൊക്കെയാണല്ലോ, വചനങ്ങളാണല്ലോ ബൈബിളിലുള്ളത്, നാണം കെട്ടിട്ട് പുറത്തിറങ്ങാൻ മേലല്ലോ എന്ന് പറയരുത്. അഭിമാനിക്കണം ദൈവത്തെ പ്രതി. അഭിമാനിക്കുന്ന കർത്താവിൽ അഭിമാനിക്കട്ടെ എന്നുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളിൽ അഭിമാനിക്കണം. എന്നാൽ മറ്റൊരു കാര്യമുണ്ട്, എഴുതപ്പെട്ട ഏതെങ്കിലും ഒരു വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ ആരെങ്കിലും ആക്ഷേപിച്ച് പറയുമ്പോൾ അത് കേട്ട് ചൂളിപ്പോകുന്ന അവസ്ഥ ചില അച്ഛന്മാർക്ക് പോലുമുണ്ട്. അവരൊരു ബഹുസ്വരതയെക്കുറിച്ചും പിന്നെന്താ മതേതരത്വത്തെക്കുറിച്ചുമൊക്കെ പരിഷ്കൃത സമൂഹത്തിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കണമെന്നല്ലാതെ അവർക്ക് വിശ്വാസപരമായി ഒരു ബലവുമില്ലാത്തവരാണ്, ദുർബലരാണ് വിശ്വാസപരമായിട്ട്. അങ്ങനത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഉണ്ട്. നമ്മുടെ പാമ്പ്ളാനി പിതാവിൻ്റെ സഹോദരൻ അഗസ്റ്റിനച്ചൻ, ഈ അഗസ്റ്റിനച്ചൻ പാമ്പ്ളാനി പിതാവും ആത്മീയമായി ബൈബിൾ സംബന്ധമായ അറിവിലോ പ്രഘോഷണത്തിലോ മറ്റ് ആശയപരമായ നിലപാടിലൊക്കെ ഏതാണ്ട് ഒരേ രീതിയിലാണ് പോകുന്നത്. മനുഷ്യരെല്ലാവരും സ്വർഗത്തിൽ പോകും, ആരും നരകത്തിൽ പോവുകയില്ല. ദൈവം സ്നേഹമാണ്, പരിപൂർണ്ണ സ്നേഹമാണ്. ഒരാളെയെങ്കിലും നരകത്തിൽ വിടുമെങ്കിൽ, നരകത്തിൽ പോകുമെങ്കിൽ ദൈവം സ്നേഹമില്ലാത്തവനെന്ന് വരും. അതുകൊണ്ട് ദൈവസ്നേഹം സംശയിക്കാൻ പറ്റില്ല, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകുകയുള്ളൂ. സ്വർഗം നമ്മുടെ ജന്മാവകാശമാണെന്ന രീതിയിലൊക്കെ പറയുന്നത്. ഈ പിതാവും പിതാവിൻ്റെ സഹോദരൻ അച്ഛനൊക്കെ ഒരേ ആശയക്കാരനാണ്. അപ്പോൾ ഈ അച്ഛൻ ഈ രവീന്ദ്രൻ സാറിനോടൊപ്പം ഒരു സംവാദത്തിൽ എസൻസി പോയി, കൊല്ലം എസൻസി പോയി. ആ കൊല്ലം എസൻസിൽ പോയി സംവാദമൊക്കെ നടത്തിയ കൂട്ടത്തിൽ രവീന്ദ്രൻ സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, വിശ്വാസികൾക്ക് ചേർന്ന രീതി ഉത്തരം കൊടുക്കാൻ പറ്റാതെ ചമ്മിപ്പോയിട്ട് ചൂളിപ്പോയിട്ട് നാണം കെട്ട് പറയുന്ന ചില വാക്കുകൾ ഒന്ന് കേൾക്കൂ. പ്രകാരം അബ്സല്യൂട്ട് ഫ്രീഡം ദൈവവിശ്വാസത്തെ തരുന്നു എന്നതാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന വിശ്വാസികൾ ബാധ്യസ്ഥനായ വിശ്വാസിക്ക്, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ ഭയങ്കര അപകടമുണ്ട്. ആ ദൈവം ദൈവമല്ല. നിങ്ങളുടെ ചിന്ത വളരെ ശരിയാണ്. ഞാനാകുന്നുവെന്ന് ദൈവം പറഞ്ഞാൽ ആ ദൈവം ദൈവമല്ല. അത് ഓംനി പൊട്ടൻ ദൈവമാ. നേരത്തെ പറഞ്ഞതുപോലെ സംശയിക്കേണ്ടതില്ല. ബൈബിളിന്റെ ദൈവം ഏതാണെന്നുള്ളതോ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞ പീലാത്തോസിന്റെ അരമനയില് ആളുകളാൽ തറക്കപ്പെട്ട, അതായത് ദൈവത്തിന്റെ നാമമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവമല്ല. ഞാൻ ആ പേരൊക്കെ വിട്ടം. അതല്ല വിഷയം. കാട് കയറി പോകാതെ വൈൽഡായിട്ട് ഓരോ ഇതിലേക്ക്
പോവാതെ എനിക്ക് മാത്തുക്കുട്ടിയോടുള്ള ചോദ്യം ഇതാണ്. ഞങ്ങൾ പറയുന്നു യഹോവ പിശാചാണ്. മാത്തുക്കുട്ടി എഗ്രി ചെയ്യുന്നുണ്ടോ? അത്രേ ഉള്ളൂ. കറക്റ്റാ. മാത്തുക്കുട്ടി എഗ്രി ചെയ്തു പോകും. രൂപകാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ആദമാണോ ഈ 60 ലക്ഷം വർഷം മുൻപ് ഉണ്ടായത്? അതിനെ രൂപകാർത്ഥത്തിൽ തന്നെ കണ്ടേച്ചാൽ മതി. ബൈബിളിൽ പറയുന്നത് ആദത്തെ എന്ന് പറയും. ചിലർ ഇതിനോട് വിയോജിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ വില്യം ലെയ്ൻ ക്രെയിൻ, അദ്ദേഹം ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണ് എന്ന് പറയുന്ന ചിന്താപത്തികളും. പക്ഷെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാനിയും ആ രീതിയിലല്ല. ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിട്ട് കണക്കാക്കുന്നില്ല. ആദത്തിന്റെയും ഹവ്വയുടെയും കഥ എന്ന് പറയുന്നത് നമുക്ക് അർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, അതായത് ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ പരിപാലകനായ യഹോവയാകുന്ന ദൈവത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയി എന്ന്. യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവത്തിനാണ് കൂടുതൽ ശക്തിയുള്ളത്. ബാബിലോണിയൻസിന്റെ ദൈവം മർദൂക്ക് ഈ ബാബിലോണിയൻസ് ജയിച്ചത് കൊണ്ട് യഹോവ അവരുടെ മുമ്പിൽ ശോഷിച്ചു പോയോ എന്നുള്ളതായിരുന്നു അവരുടെ ഭീതി. അതിനെതിരെയാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം ഉണ്ടായി വരുന്നത്. ജനേസിന്റെ സേക്രഡ് ഓർഡർ ബാബിലോണിയൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന പ്രവാസികൾക്ക് പ്രത്യാശ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ദൈവം സർവ്വശക്തനാണ്, സർവ്വ നന്മയാണ്, സ്നേഹത്തെ പ്രതി അവിടുന്ന് സൃഷ്ടിക്കുന്നു, അവിടുന്ന് ശൂന്യതയിൽ നിന്ന് പോലും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന രൂപകങ്ങളും ബിംബങ്ങളും വിത്തുകളും ഒക്കെ ഉപയോഗിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദേശമാണ് ബൈബിളിലെ സൃഷ്ടി വിവരണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ബൈബിൾ വിജ്ഞാനീയത്തെ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ കേരളക്കര അഥവാ യുക്തിചിന്ത എന്ന് പറയുന്നത്. അതൊരു പ്രത്യേകമായ കാലഘട്ടത്തിന്റെ ബിംബങ്ങളും സംസ്കാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക സന്ദേശത്തെ നൽകുവാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത്.